നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമ്മൾ ഈവനിങ് വാക്ക് വന്നപ്പോൾ തന്നെ ശ്രുതി ഫസ്റ്റ് നമുക്ക് ചോറ് വെക്കാൻ വേണ്ടി രാത്രിക്ക് അടുപ്പിൽ അരി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഭക്ഷണം ചോറും 3-4 ദിവസം പോലെ മീൻകറിയും ഇന്നലെ വറുത്തുവെച്ച മീനൊക്കെ ഉണ്ട്. ഇന്നലെ വെച്ച കുറച്ച് മുരിങ്ങക്കോലി തോരനും ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രുതി രാത്രി ഫുഡ് കഴിക്കാം. ശ്രുതി ഇപ്പൊ നല്ല വേറെ കട്ട പണിയിലാണ്. ശ്രുതി ഇപ്പൊ എന്റെ കാലിൽ പെഡിക്യൂർ ചെയ്യണം. നെഗൊക്കെ വെട്ടി താങ്ക് യു. ശ്രുതി ചെയ്യുന്നത് ശ്രുതി നെഗോട്ടി വൃത്തിയാക്കി 2 കൈയും 1 കാലും കൂടി ചെയ്യാനുണ്ട്. ശ്രുതി ചെയ്ത് വൃത്തിയാക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ എല്ലാവരും ശ്രുതിനെ കൂടി ഫോളോ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വീഡിയോ കാണുന്നവർ എല്ലാവരും നമ്മുടെ രണ്ടാളും ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നാളെ നമ്മൾ യൂട്യൂബ് ലൈവ് വരും. ഞായറാഴ്ച രാത്രി 8 മണിക്ക്. ലിങ്ക് രാവിലെ തന്നെ നമ്മൾ ജനറേറ്റ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടേക്കാം, അല്ല ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റോറിയിൽ ഇട്ടേക്കാം. നാളെ എന്തായാലും നമ്മൾ യൂട്യൂബ് ലൈവ് വരും. ഇത് കഴിഞ്ഞിട്ടാണ് ചോറ് കഴിക്കാം നമുക്ക്, അല്ലേ ശ്രുതി? ഗൈസ്, നിങ്ങളുടെ ഭാര്യ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരാറുണ്ടോ? വേറൊന്നും കൊണ്ടല്ല, എനിക്കൊന്ന് അറിയാൻ വേണ്ടി ഒരു ക്യൂരിയോസിറ്റി ചോദിച്ചാണ്. പിന്നെ ചോരയൊക്കെ വന്നു. അപ്പൊ ശ്രുതി ഇതേ ഭക്ഷണം കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട് ശ്രുതി പറയൂ? എനിക്കൊന്നും അധികം ചോറ് ആവശ്യമില്ല, വിശപ്പധികമില്ല. ഞാൻ കുറച്ച് കഴിക്കുള്ളൂ. എങ്ങനെയുണ്ട് ശ്രുതി പറയൂ? 4 ദിവസത്തെ 5 ദിവസത്തെ മീൻകറി, പിന്നെ മീൻ വറുത്തത്, പിന്നെ നമ്മളെ ഇന്നലെ വെച്ച ക്യാബേജ് മുരിങ്ങക്കോലി തോരൻ. ശ്രുതി ഇത് തിന്നുമ്പോഴത്തേക്ക് നാളെ നേരം വിളിക്കും. എങ്ങനെയുണ്ട് തോന്നാ? അടിപൊളിയാണോ? എപ്പോഴും പറഞ്ഞു. കഴിച്ചോട്ടെ. ഫൈനലി ആദ്യം കഴിച്ചു തുടങ്ങി. എങ്ങനെയുണ്ട്? ഞാൻ കൊലൊക്കെ കടിച്ചു വലിച്ച് തിന്നിട്ട് പറ. ഉറ്റിപ്പോയി. എങ്ങനെയുണ്ട്? മുരിങ്ങാക്കോലും 4 ദിവസം പഴക്കമുള്ള മീൻകറി, മീൻ വറുത്ത് 2 ദിവസത്തെ പഴക്കം.